ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതം റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്താവയിൽ സുദീർഘമായൊരു ഫത്വയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഫത്വയിൽ അദ്ദേഹം വളരെ അഗാധ പണ്ഡിതനായിരുന്ന ഒരു പണ്ഡിതൻ അബ്ദുൽ ബാസിത്ത് ഇബ്നു ഇബ്രാഹിം ഇബ്നു ഈസ ഇബ്നു അബീ വറാറത്ത് ശാഫിഈ, ഇതൊരു മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ബുജൈൽ ആ പ്രദേശത്ത് നാട്ടുകാർ കാലിയാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ, ഇമാമ് കാലിയാക്കാത്ത ഒരു സ്ഥിതിയിൽ എന്നെ നാട്ടുകാർ കാലിയാക്കി കാണുന്നു, എന്നെയാണ് അവർ കാലിയാക്കി തീരുമാനിക്കുന്നത്, ഞാനാണ് അവർക്ക് അവലംബം എന്നൊക്കെ പറഞ്ഞ് വിശദമായി നീണ്ട ഒരു ചോദ്യം അദ്ദേഹത്തെ കാലിയാക്കിയതിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഉദ്ധരണികളൊക്കെ ചേർത്തിട്ട് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ഈ സുആലിന്റെ ജവാബായി മഹാനായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നൽകുന്ന ആ ഫത്വയുടെ പ്രസക്തമായ ഭാഗം ഞാനിവിടെ വായിക്കാം. അപ്പം മനസ്സിലാകും നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുക്കിലൊരു പള്ളി ഉണ്ടാക്കുക, ആ പള്ളിയിൽ പള്ളിക്ക് കാലി, അപ്പം അങ്ങനെയല്ല കാലി, പള്ളിക്ക് കാലി, പള്ളിക്ക് കാലി, മഹല്ലിന് കാലിയല്ല, പള്ളിക്ക് കാലി, ഏപ്പി പള്ളി ഒരു കാലി, ഈക്കപ്പള്ളി ഒരു കാലി, സംസ്ഥാനപ്പള്ളി ഒരു കാലി. പക്ഷെ ഞങ്ങളെയൊന്നും നടക്കലില്ലേ, ആകുന്ന രൂപം പറഞ്ഞു എന്നേ ഉള്ളൂ, ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, ഇനി തട്ടൊപ്പിക്കാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് എഴുതിട്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ സംസ്ഥാനക്കായിട്ട് കാലിയൊന്നുമില്ല, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കാറുമില്ല. സാധാരണ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ, ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോരണമെന്ന് ശരിയായ സാക്ഷ്യത്തോടുകൂടെ അത് പാലിച്ചു വരുന്നവരാണ് ഞങ്ങളുടെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ ജാതി കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ പള്ളി ആധാരമാക്കി കാലിയല്ല, പ്രദേശം ആധാരമാക്കി കാലി, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വഴക്കം. അത് വിട്ടിപ്പം അങ്ങനെയല്ല, പള്ളി ആധാരമാക്കി കാലി. ഇപ്പൊ പള്ളിയും വേണ്ട, സംഘടന ആധാരമാക്കി കാലി. എന്തെല്ലാം പ്രശ്നമായി ഈ സംഘടന ആധാരമാക്കിയ കാലിയുണ്ട്. വളരെ മോശപ്പെട്ടൊരവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ പെരുന്നാൾക്ക്, അതിൻ്റെ മുമ്പത്തെയോ പെരുന്നാൾക്ക്, കഴിഞ്ഞ പെരുന്നാളിനാ വടക്കോട്ടും ഇവിടെയും രണ്ടായത്, കഴിഞ്ഞ പെരുന്നാളിനാ കാസർഗോട്ടും ഇവിടെയും രണ്ടായത് ഈ കഴിഞ്ഞ പെരുന്നാളല്ലേ. ഈ ചെറിയ പെരുന്നാൾക്ക് വടക്കോട്ടുള്ള ചില പ്രദേശങ്ങളിൽ ഒരു പ്രദേശത്ത് തന്നെ ഒരു ഭാഗത്ത് പെരുന്നാളേ, ഒരു ഭാഗക്കാർക്ക് പെരുന്നാളില്ല. അത് പണ്ട് APK പ്രശ്നത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊന്നുമല്ല, ഇത് APK പ്രശ്നമല്ല. ഇത് പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങ് മലപ്പുറം ജില്ലയിലുള്ള കാലിയാണ് വടക്കോട്ട് ആ പ്രദേശത്തെ കാലി. ഇതാ വിഷയമുള്ളൂ. മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന കാലിയാണ് വടക്കോട്ട് ആ പ്രദേശത്തെ കാലി. ഉദാഹരണം ഞാൻ പറയട്ടെ, നീലേശ്വരത്ത് ഒരു പുഴന്റെ അക്കരയുള്ളവർക്കും ഇക്കരയുള്ളവർക്കും വ്യത്യാസം. ഒരു കൂട്ടർക്ക് നോൽബ്, ഒരു കൂട്ടർക്ക് നോൽബില്ല, അല്ലെ പെരുന്നാൾ, രണ്ടാമതൊന്നും ഏതാപ്പം വ്യത്യാസം വന്ന് ഇപ്പം അടുത്ത് വെച്ചാൽ അതെന്തേ പ്രശ്നം? കാസർഗോഡ് പിറ കണ്ടീൻ്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് കാലിയും മറ്റും ഉറപ്പിച്ചത്. ഗ്രൂപ്പൊക്കെ ഒന്ന് തന്നെയാണ്, സമസ്തയുടെ ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെയാണ് അവിടെ ഉറപ്പിച്ചതൊക്കെ. ആ ഗ്രൂപ്പിലെ നേതാക്കന്മാരും കാലിമാരെ ഉറപ്പിച്ചത്. പക്ഷെ ആ ഉറപ്പിച്ചത് അവിടത്തെ പിറ ഇവിടേക്ക് ബാധകമല്ലാത്തത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ കാലി അത് ഉറപ്പിച്ചില്ല. മലപ്പുറം ജില്ലക്കാരനായ ഒരു കാലി, ജില്ലാ കാലി അല്ലേ, മലപ്പുറം ജില്ലക്കാരനായ ഒരു കാലി, ഔദ്യോഗിക സമസ്ത വിഭാഗത്തിൻ്റെ കാലി. ഞാനിവിടെ പേര് പറയേണ്ടാത്തത് കൊണ്ട് പറയാതിരിക്കുകയാണ്, വെറുതെ ഓരോരുത്തരെ പേര് പറഞ്ഞ് വേദനിപ്പിക്കേണ്ടായിരുന്നു. ഇവിടെ നാട്ടിലുള്ളൊരു കാലി. പക്ഷെ ഇയാളാണ് കാസർഗോട്ട് ഒരു പോയിന്റ്, ഈ നീലേശ്വരത്ത് ഒരു പോയിന്റ് അപ്പുറമുള്ളവർക്ക് കാലി, ഈ പുഴൻ്റെ തന്നെ അപ്പുറമുള്ളവർക്ക് കാലി, മറ്റുള്ള തന്നെ നാട്ടിലെ കാലിയന്മാരും കാസർഗോട്ടുകാരും. ഇവർക്ക് പെരുന്നാളില്ല. കാരണം എന്താണ്? അത്രേ ഓല കാലി മലപ്പുറം ജില്ലയിലായിപ്പോയി. എന്ത് പെരുന്നാളില്ല? കാസർഗോഡ് മാസം കണ്ടത് ഉദിപ്പ് വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമാകാത്ത നിലയ്ക്ക് ഇവിടെ സ്വീകരിച്ചില്ല. ഉദിപ്പ് വ്യത്യാസമാകായതിൻ്റെ പേരിൽ ഇവിടെ സ്വീകരിക്കാത്ത നിയമം ഇവിടുത്തെ കാലിയായതിൻ്റെ പേരിൽ ഉദിപ്പ് ഒത്ത സ്ഥലത്തേക്കും ബാധകമാകാതിരിക്കുന്ന പ്രശ്നം എങ്ങനെ? ഇതെന്ത് നിലയ്ക്ക് ന്യായീകരിക്കാൻ പറ്റും? ഉദിപ്പ് വ്യത്യാസമില്ലാത്ത സ്ഥലമാണല്ലോ കാസർഗോഡ് പ്രദേശത്ത് കാലിസ്ഥാനം കണ്ട നീലേശ്വരത്ത് ആ കാലിക്ക് ഉദിപ്പ് വ്യത്യാസമല്ല ആ പ്രദേശത്തേക്ക്. പക്ഷെ ആ പ്രദേശത്തുകാർക്ക് കാലി ആയിപ്പോയത് മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലക്കാരനായ കാലിക്കാണെങ്കിലോ അയാളുടെ ജില്ലയിൽ ഉദിപ്പ് വ്യത്യാസമായതുകൊണ്ട് അത് ബാധകമല്ല. അതുകൊണ്ട് അയാൾക്ക് ബാധകമല്ലാത്ത പെരുന്നാൾ അയാളുടെ തന്നെ അധികാരത്തിൽപ്പെട്ട വടക്കർക്കും ബാധകമല്ല എന്ന് അയാളുടെ വിധി. എന്താ വട്ടം? ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സഹോദരന്മാരെ. എവിടേക്കാണ് ഇതൊക്കെ എത്തുക? സംഘടനാപരമായി ഓരോ സംഘടനക്കാരനും കാലിയന്മാർ എന്ന് മാത്രമല്ല, പെരുന്നാളും മാസമൊക്കെ ഉറപ്പിക്കുന്നത് സംഘടനക്കാരനെ ഉറപ്പിച്ചാലേ സ്വീകരിക്കുള്ളൂ എന്നുള്ളിടത്ത് വന്നാൽ ഇത് വഹാബികൾ കൊണ്ടുവന്നതല്ലേ ഈ വഴക്കം? സുന്നികളായതിൻ്റെ പേരിൽ
കാലിയന്മാർ തീരുമാനിച്ച തീരുമാനം സ്വീകരിക്കാത്ത വഴക്കം വഹാബികൾ കൊണ്ടുവന്നതാണ്. വഹാബികൾ കൊണ്ടുവന്ന ആ വഴക്കത്തിന്റെ ഒപ്പം നമ്മളും കൂടുക. ഞാൻ ഉറപ്പിക്കാത്തത് കൊണ്ട്, എനിക്ക് ഉടക്കാത്തത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു സമസ്തന്റെ കാലി കാസർഗോഡ് ജില്ലയിലെ കാലിമാർ ഉറപ്പിച്ച പ്രദേശത്തെ മാസപ്പിറവി അവിടെ ബാധകമായ പ്രദേശക്കാർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, അയാൾക്ക് പ്രഖ്യാപിക്കാൻ ഇവിടുന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ സാങ്കേതിക തടസ്സമുണ്ടെങ്കിലോ അവർക്ക് പെരുന്നാളാകാനുള്ള വകുപ്പ് ഇവിടല്ലേ? അവർ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മസാല നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ പെരുന്നാൾ എടുത്തോളൂ എന്ന് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാത്തിനും പറ്റുമല്ലോ ഈ ഫോണ് കുന്തം. ഇതുവരെ മാസം ഉറപ്പിച്ചാനും അത് മതി, എടുക്കാനും അത് മതി, എല്ലാത്തിനും അത് മതി. അതൊന്നും ശരിയായ നിയമം പറഞ്ഞാൽ അതൊക്കെ സംസ്ഥാനക്കാരോട് ഒറ്റപ്പെട്ടതായി പോയി. സത്യം പറയുന്നാൽ അതൊക്കെ സംസ്ഥാനക്കാരുടെ ഒറ്റപ്പെട്ട അഭിപ്രായം. ഇരിക്കട്ടെ, ഈ വിധത്തിൽ അലങ്കോലപ്പെട്ടു പോവുകയാണ് ഈ പ്രശ്നം. സംഘടനക്ക് കാലിയായാൽ, ഇപ്പൊ മഹല്ലും കാലിയല്ല, പള്ളിയും കാലിയല്ല, സംഘടനക്ക് കാലി. അള്ളാഹു ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കിട്ടുന്നിടത്തൊക്കെ കാലിസ്ഥാനമേൽക്കുന്ന ആളുകൾ അത് നിയമിക്കാൻ അധികാരമുള്ളവരാണോ ഏൽപ്പിക്കുന്നത്? ഏൽക്കുന്നയാൾക്ക് അവിടെ അധികാരം വാഴുന്നതിൽ വല്ല നേട്ടമുണ്ടോ, നടപ്പാക്കാൻ കഴിയുമോ എന്നൊക്കെ ശ്രദ്ധിക്കാതെ ഏൽക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകമായ ഒരു ഫത്വ വായിക്കുന്നത്. ആ ഫത്വ അദ്ദേഹം ബുജൈല പ്രദേശത്ത് ഞങ്ങളെ കാലിസ്ഥാനമേൽപ്പിച്ചിട്ട് വിഷയങ്ങൾക്കൊക്കെ ഞങ്ങൾ അവലംബിക്കുകയാണ് നാട്ടുകാർ, അവർക്കതിൽ എതിർപ്പില്ല, അവർ നമ്മളെ കാലിയാക്കുന്നു, അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നതാണ് ഒരു വലിയ മഹാപണ്ഡിതന്റെ ചോദ്യം. പണ്ഡിതനാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ ഒരു പടി ഇബാറത്തും ഒരു പടി ഇമാമികളുടെ മൊഴിയും അദ്ദേഹം ചോദ്യത്തിൽ തന്നെ ചേർക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൽ ചേർത്ത അവസാനം ആ ചോദ്യത്തിന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നൽകുന്ന ഫത്വ ഫഅജാബ നഫഅനല്ലാഹു സുബ്ഹാനഹു വതആല ബിഖൗലി ഇദാ തഅമ്മൽത ഹാദിഹിൽ അജ്വിബത. ഈ ചോദ്യക്കാരനോട് പറയാണ്, താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഉന്നയിച്ച മറുപടിയിൽ മഹാന്മാരുടെ ഇമാമുകളുടെ മറുപടികൾ നല്ലപോലെ ആലോചിച്ചാൽ വജത്ത ഫീഹാ ശുറൂതൻ ലാ തൂജദു ഫീക, നിങ്ങളിൽ കാലിസ്ഥാനമേൽക്കാൻ പറ്റാത്ത ഒരുപാട് ന്യൂനതകളുണ്ടെന്ന് മനസ്സിലാക്കാം. കാലിസ്ഥാനമേൽക്കണമെങ്കിൽ ഒരുപാട് ഷർത്തുകളുണ്ട്, അത് നിങ്ങളിൽ എത്തിക്കപ്പെടാത്ത ഷർത്ത് നിങ്ങൾക്കതിൽ കാണാം. വലാഫിൽ മുവല്ലീനലക, നിങ്ങളെ ഏൽപ്പിക്കുന്ന അധികാരപ്പെട്ടവർക്ക് ഇല്ലാത്ത ഒരുപാട് ഷർത്തുണ്ട്, നിങ്ങൾക്കതിൽ കാണാം. ആ ഷർത്തുകൾ ഒത്തവരല്ല നിങ്ങളുടെ ആ നാട്ടുകാർ. അതുകൊണ്ട് ഈ അപകടത്തിൽ എടുത്തു ചാടേണ്ട, അതിൽ നിങ്ങൾ പ്രവേശിക്കേണ്ട, അതാണ് പഥ്യം. കാരണം ഒന്നാമത് ഇമാം ഇബ്നു ഹജർ പറയുന്നത് ശ്രദ്ധിക്കുക, കാരണം നിങ്ങളെ അധികാരമേൽപ്പിക്കുന്ന ആ നാട്ടുകാർ ലൈസു അഹ്ല ശൗക, അവർ ആ നാട്ടിൽ അധികാരമുള്ളവരല്ല. സർക്കാർ അധികാരങ്ങളും കാര്യങ്ങളും നടപ്പാക്കാൻ അധികാരപ്പെട്ട ഭരണകൂടമല്ല. വലാ യഖ്ദിറൂന അലാ തൻഫീദി അഹ്കാമിക, നിങ്ങൾ വിധികൾ പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുകയും ഇല്ല. വഇന്നമാ യഖുദൂന മിൻഹാ, നിങ്ങൾ വിധി പ്രഖ്യാപിച്ചാൽ അതിൽ നിന്ന് ആ നാട്ടുകാർ പിടിക്കും മാവാഫക അഅറാലഹും, അവരുടെ ആവശ്യങ്ങൾക്കൊത്തത് മാത്രം, അവരുടെ താല്പര്യങ്ങൾക്കൊത്തത് മാത്രം പിടിക്കും. വമാലാ യുവാഫിഖുഹാ അഅറദു അൻഹു, അവർക്കൊക്കാത്തത് അവർ കാലിന്റെ വിധിയാണെങ്കിലും തള്ളും. ഇതാണ് നിങ്ങളെ ഏൽപ്പിക്കുന്ന അധികാരപ്പെട്ട നാട്ടുകാരുടെ സ്ഥിതി. വലാ യഖ്ദിറൂന അലാ തൻഫീദി അഹ്കാമിക വഇന്നമാ യഖുദൂന മിൻഹാ മാ വാഫഖ അഅറാലഹും വമാലാ യുവാഫിഖുഹാ അഅറദു അൻഹു വയസ്തഹീലു ഫീഹിം ബിമുഖ്തദൽ ആദത്തി ഇജ്തിമാഉഹും അലാ കലിമത്തിൽ ഹഖ്. അല്ലാഹുവിന്റെ നിയമത്തിന്റെ മേൽ ഏകോപിക്കുവാൻ അല്ലാഹു തആലാന്റെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി ആലോചിച്ച് ആ നാട്ടുകാർക്ക് സാധാരണഗതി പ്രകാരം അസാധ്യമാണ്. കമാ ഹുവ മുശാഹദുൻ മിൻ അഹ്ലി ബുജൈലത വനവാഹിഹ, നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞ ബുജൈലക്കാരിൽ നിന്നും അനുഭവമാകുന്ന സത്യമാണിത്. ഫൽ ഹദർ അൽ ഹദർ, അതുകൊണ്ട് സൂക്ഷിക്കുക. അൻതദുഖല ഫീ ഉമൂരിഹിം, അവരുടെ കാര്യത്തിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടത് ഇല്ലാ ദുഖൂല സലാമ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ മാർഗത്തിലാവണം, അല്ലാതെ നിങ്ങൾ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം. ബി അൻ തകൂന മുസ്ലിഹൻ, ഒന്നുകിൽ നിങ്ങൾ അവർക്കിടയിൽ കുഴപ്പവും പിണക്കവും തീർക്കുന്നവരാകണം. ഔ യുഹക്കിമുകൽ ഖസ്മാനി ഫീ അംരിൻ ളാഹിരിൻ മഅലൂമിൻ മിനൽ മദ്ഹബി ബിദ്ദറൂറ, അല്ലെങ്കിൽ അനിഷേധ്യമായും മദ്ഹബിൽ നിന്ന് അറിയപ്പെട്ട ഒരു വിഷയത്തിൽ വേണ്ടവർക്ക് നിങ്ങളെ തെഹ്കീമാക്കാം. അങ്ങനെ തെഹ്കീമാക്കി കാര്യം നിർവഹിച്ചിട്ട് അവർക്കിടയിൽ നിങ്ങൾക്ക് വിധി കൊടുക്കാമെന്നല്ലാതെ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റൂല. ഫലാ ബഅസ ബിഹുക്മിക ബൈനഹും, നിങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി ഏൽപ്പിക്കുന്ന തെഹ്കീമാക്കുന്നവർക്കിടയിൽ വിധിക്കുന്നതിൽ കുഴപ്പമില്ല.
അതിനപ്പുറമുള്ളത് അതിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ദീൻ രക്ഷപ്പെടണമോ അതാണ് മാർഗമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ബുജൈലക്കാരും പ്രദേശക്കാരും എന്നെ കാലിയാക്കുന്നു എന്നും പറഞ്ഞ ഒരു പണ്ഡിതന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. ഈ മറുപടിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അധികാരമേൽപ്പിക്കുന്ന ആളുകൾക്ക് കാലി പ്രഖ്യാപിക്കുന്ന വിധി അധികാരപ്പെട്ട ആളുകളുടെ മേൽ നടപ്പാക്കാൻ ശക്തി വേണം. താല്പര്യമുള്ളത് എടുക്കുകയും താല്പര്യമില്ലാത്തത് വർജിക്കുകയും ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തതിന്റെ മുൻപിൽ മൗനം പാലിക്കുകയോ തള്ളുകയോ ചെയ്യുകയും ചെയ്യുന്ന നാട്ടുകാർ അവർ നിയമിക്കുന്ന വിധത്തിൽ കാലിയാക്കാൻ കഴിയില്ല. അത് അപകടമാണ് എന്ന് സൂക്ഷിച്ചിട്ടുള്ള ഈ സൂക്ഷ്മമായ ഉപദേശം നമ്മുടെ കാലിമാരും കാലിസ്ഥാനം ഏൽക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്ന്. ആരാണ് നമ്മുടെ പ്രദേശത്ത് നിയമിക്കുന്നവർ? അവർക്ക് എത്രത്തോളം അധികാരമുണ്ട്? നമ്മൾ പ്രഖ്യാപിക്കുന്ന വിധി നടപ്പാക്കാൻ കൂടിയുള്ള അധികാരമാണ് ഖളാ. ആ ഖളാ നൽകാൻ ഇവർക്ക് അധികാരമുണ്ടോ? ഈ അധികാരം നൽകാനുള്ള അധികാരം അവർക്ക് നാട്ടുകാരുടെ മേൽ സമുദായത്തിന്റെ മേലിലുണ്ടോ എന്ന കാര്യം ശ്രദ്ധിച്ചു വേണം കാലിസ്ഥാനം ഏൽക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കാൻ. ഇതൊന്നുമില്ലാതെ കമ്മിറ്റി കൂടും, കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഭൂരിപക്ഷ പ്രകാരം കാലിയാക്കും. ഇങ്ങനെയൊക്കെ നിയമിച്ചിട്ട് കാലിയാക്കുന്നവർ ശ്രദ്ധിക്കണം. അതൊക്കെ കേവലം നാമക്കാലിയാണ്. നാമക്കാലിക്ക് നാമത്തിന്റെ അധികാരമേയുള്ളൂ. കാര്യം നടത്തണമെങ്കിൽ വേറെ അധികാരം കിട്ടിയിട്ട് വേണം. അങ്ങനെയായിരുന്നു മുൻഗാമികളായ പണ്ടത്തെ കാലിമാർ. നാമമാത്രമായ കാലിമാരാണെന്ന് അവർക്ക് അവരെക്കുറിച്ച് ബോധ്യം വന്നാൽ അവർ കാര്യങ്ങൾ കൈയാളുമ്പോൾ ശ്രദ്ധിക്കും. ഉദാഹരണമായി മഹാനായ ശംസുൽ ഉലമാ ഇവദ്ദീൻ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ മശായിഖുമാരുടെ ഷെയ്ഖ് ബഹുമന്യർ, അള്ളാഹു അവരുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് നമ്മെ ഒരു ലോകത്തിന്റെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഖുതുബി അവർകൾ ആ വടക്കൻ മലബാർ പ്രദേശങ്ങളിലുള്ള കാലിമാരോട് പ്രത്യേകം ഉപദേശിക്കുന്നതാണ്, വലിയില്ലാത്ത പെണ്ണിന് നിക്കാഹ് കഴിക്കുമ്പോൾ കാലിസ്ഥാനം എന്ന അധികാരം വെച്ച് നിങ്ങൾ കഴിക്കണ്ട. നിങ്ങൾ ആ വലിയില്ലാത്ത പെണ്ണിനിൽ നിന്ന് തഹ്കീമ് സ്വീകരിച്ചോ, ഭർത്താവിൽ നിന്നും തഹ്കീമ് സ്വീകരിച്ചോ, നാട്ടുകാരറിയുന്ന കുഴപ്പമുണ്ടെങ്കിൽ രഹസ്യമായി സ്വീകരിച്ചോ. അങ്ങനെ തഹ്കീമ് സ്വീകരിച്ചിട്ട് മുഹക്കം എന്ന നിലയ്ക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ. നാട്ടുകാർ കാലി എന്ന് പറഞ്ഞത് അവിടെ അങ്ങനെ നിന്നോട്ടെ. പക്ഷെ ആ കാലിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഏൽപ്പിക്കാൻ അധികാരമുള്ളവർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് മഹാനായ ശംസുൽ ഉലമാ ഖുതുബി അവർകൾ പറയാറുണ്ടായിരുന്നു. അവരുടെ ശിഷ്യന്മാരും അവരെ മാനിക്കുന്നവരുമൊക്കെ അത് ആദരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്നും വടക്കൻ മലബാറിലെ പ്രദേശങ്ങളിലൊക്കെ മിക്കവാറും അങ്ങനെയാണ്. എന്നാലും പ്രശ്നങ്ങൾക്കൊന്നും വിഷമമില്ല. ദക്ഷിണ കേരളത്തിൽ മിക്ക പ്രദേശങ്ങളിലും കാലിയില്ല. എന്നാ കാര്യം നടക്കണില്ലേ? വടക്കൻ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാലിയില്ല, എന്നാ പ്രശ്നം നടക്കുന്നില്ലേ? നമ്മളെ പടങ്ങനെ ഒരു കാലി 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 എന്നതൊരു വലിയ അലങ്കോല പ്രശ്നമാണ്. ഇതെന്തിനാ പ്രശ്നം? വരുമാനത്തിന്റെ പ്രശ്നം തന്നെ. വരുമാനം വാസ്തവത്തിൽ കാലി പ്രശ്നം വരുമാനത്തിന് നിയമത്തിൽ ഭംഗമല്ലേ? ഹദിയ സ്വീകരിക്കാൻ പോലും വിലക്കുകളില്ലേ? നാട്ടുകാരിൽ നിന്നും ഖളാഇന്റെ സ്ഥലത്തുള്ള ആളുകളിൽ നിന്നും പതിവില്ലാത്ത വിധത്തിലുള്ള ഹദിയ വന്നാൽ സ്വീകരിക്കാൻ വയ്യ. പതിവുള്ളത് വന്നാൽ തന്നെ സ്വീകരിക്കാൻ വയ്യ. പതിവിന്റെ അപ്പുറം ഏറെ കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ വയ്യ. സ്വതക്കയും സ്വീകരിക്കാൻ വയ്യ. ഹറാമാണിതൊക്കെ. അപ്പൊ ഹദിയ സ്വീകരിക്കാനും സദക്ക സ്വീകരിക്കാനും ഹറാമാകുന്ന തരത്തിലുള്ള ഈ കുരുക്കുകളാണോ നാം എടുത്ത് കഴുത്തിലണിയേണ്ടത്? അത് കാലിസ്ഥാനം കൊണ്ടുണ്ടായിത്തീരുന്നതല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാലിസ്ഥാനങ്ങൾ കിട്ടുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും വിലക്കുകൾ വന്നിട്ട് അള്ളാന്റെ മുമ്പിലും വിലക്ക് വരുന്നതും കയ്യിൽ ചങ്ങലക്കിട്ടിട്ട് അള്ള ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്തതുമായ ആ രംഗത്തേക്ക് നമ്മൾ എത്തരുത്. കിട്ടുന്നിടത്തൊക്കെ കാലി ഞാൻ, ഏൽക്കുന്നിടത്തൊക്കെ കാലി ഞാൻ, അതിനൊരു തലയെക്കെട്ട് കെട്ടിയേ വേണ്ടുള്ളൂ, ഉത്തരവാദപ്പെട്ട ഒരു തങ്ങൾ കെട്ടിത്തരേ വേണ്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പാർട്ടി നിയമിക്കേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് നാട് മുഴുക്ക കാലിസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവർ, കാലിസ്ഥാനത്തിന് നിയമിക്കുന്നവർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നും തങ്ങൾക്കത് ഏറ്റാൽ നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നും അവിടുത്തെ മാസം ഇവിടെ ഉറപ്പിച്ചാൽ പ്രശ്നമുണ്ടോ എന്നും ഇവിടെ ഉറപ്പിക്കാത്ത മാസം അവിടെ ബാധകമാക്കാൻ പ്രശ്നമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ നാട്ടുകാരെ കുഴപ്പത്തിലാക്കിയാൽ, സമുദായത്തെ കുഴപ്പത്തിലാക്കിയാൽ, സമുദായത്തിന്റെ ദീനിന്റെ പ്രശ്നങ്ങൾക്ക് തുരങ്കം വെച്ചാൽ അത് വളരെ വലിയ അപകടം സൃഷ്ടിക്കും. അത് ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നമാകും. ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നത് ഹറാമാകാൻ കാരണമാകും എന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അത്തരം
കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ കാരണവന്മാരാക്കി തരുന്നത് പോലെ നിയമപ്രകാരമുള്ള കാദിമാരെ അംഗീകരിച്ച്, നിയമപ്രകാരമുള്ള കാദിമാരെ സ്വീകരിച്ച്, ആ വിധമുള്ള കാലിസ്ഥാനങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അവർക്ക് കീഴിൽ അവരുടെ സ്ഥാനം മാനിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരെ ചോദ്യം ചെയ്യാതെയും അവരെ ഉത്തരവാദപ്പെട്ടവരെന്ന നിലക്ക് മാനിച്ചുകൊണ്ടും കൈകാര്യം ചെയ്യുവാനും ശ്രദ്ധിക്കണമെന്ന് ദീനിൻ്റെ പേരിൽ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ്.